ഞങ്ങൾ ഇന്നൊരു വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അശ്വിനും മാത്രമല്ല, ശ്രേയും ഹസ്ബൻഡും മക്കളും നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ പ്രമോദിൻ്റെ വീട്ടിലേക്കായിരുന്നു. പ്രമോദ് ഞങ്ങളുടെ ജിമ്മേറ്റ് ആണ്, ജിം ട്രെയിനറാണ്. അതായത് പണ്ട് മുതലേ എൻ്റെ അശ്വിൻ്റെയും ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ദാവൺഗിരിയിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതായത് ഇവിടെ ദാവൺഗിരിയിൽ ദുർഗമ്മ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൽ ഒരു ഉത്സവം നടക്കുകയാണ് കേട്ടോ. ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻസും വെജിറ്റേറിയൻസും എല്ലാവരും ഒരുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഉത്സവമാണ്. വെജിറ്റേറിയൻസിൻ്റെ വീട്ടിലൊക്കെ ഇന്നലെ തന്നെ ഒബട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു കേട്ടോ. ഇന്നിപ്പം നോൺ വെജിറ്റേറിയൻസിൻ്റെ വീട്ടിലൊക്കെ സ്പെഷ്യൽ ഫുഡും അവരവരുടെ ഗസ്റ്റിനൊക്കെ വിളിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അങ്ങനെയാണ് പ്രമോദ് നമ്മളെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നത്. അവരുടെ വീട്ടിൽ ഷീപ്പാണ് കേട്ടോ ഇവിടെ മെയിൻ. ഇവിടെ മട്ടൺ എന്ന് പറയുമ്പോൾ ഇവർ കഴിക്കുന്നത് ഷീപ്പാണ്, അല്ലാതെ ആടല്ല. ഇവരൊക്കെ ഞങ്ങളുടെ ജിമ്മേറ്റ്സ് ആണ് കേട്ടോ. അത് സന്ദീപ് എന്നെ കളിയാക്കുമായിരുന്നു. കാരണം കുറച്ച് ദിവസം മുന്നേ ഞാൻ സന്ദീപിന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ മീനൊക്കെ ഉണ്ടാക്കിയിട്ട് നിന്നെ വിളിക്കാമെന്ന്. പക്ഷേ ഇതുവരെ അവനെ അത് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ കളിയാക്കുമായിരുന്നു. അങ്ങനെ എല്ലായിടത്തും ചോദിച്ചപ്പം എല്ലാ ഐറ്റംസും ഭയങ്കര ടേസ്റ്റിയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയും പിന്നെ കബാബും മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. ബാക്കി ഐറ്റംസ് ഒക്കെ മട്ടൻ്റെ ആയിരുന്നു. അതുകൊണ്ട് ബാക്കി എല്ലാവരും മട്ടനൊക്കെ അടിച്ച് കയറ്റി. കന്മനിക്കും പിന്നെ ധ്രുവയ്ക്കും അവരൊക്കെ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് അവർ അവളുടെ അടുത്ത് പോയി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പ്രമോദിന് ഇപ്പോൾ കുറേ വർഷമായിട്ട് ഞങ്ങളുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അടുത്ത വീട്ടിലൊക്കെ പ്രിപ്പറേഷൻസ് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി.